Everyone. So we were discussing about the functions of RBI. In functions of RBI, monetary functions, supervisory functions, and promotional functions. Out of that, we were discussing the monetary functions. There are mainly 5 monetary functions. So in the previous video, we have discussed the first 3 monetary functions of RBI, that is issue of currency notes. RBI act as the banker of the government, and the RBI act as the banker to other banks. So we have discussed these 3 monetary functions. In this video, we are going to discuss the 4th monetary functions of RBI, that is controlling credit. Okay. അപ്പോൾ ഈ കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സംഗതിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടം. അപ്പോൾ RBI ആയിക്കൊള്ളട്ടെ, ബാങ്കുകളായിക്കൊള്ളട്ടെ, ആൾക്കാർക്ക് കടം കൊടുക്കുന്നുണ്ട്, ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഈ ലോണ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ, ഗവൺമെൻറ് മറ്റുള്ള വേൾഡ് ബാങ്കുകളിൽ നിന്നുമൊക്കെ ലോണും കടവും എടുത്താണ് ഓരോ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യവസായങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, അതേപോലെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വീടുകളിലും കൃഷിയിടങ്ങളിലും എല്ലാം നമ്മുടെ സ്വന്തം പൈസ കൊണ്ടാണോ എല്ലാ പരിപാടികളും നടക്കുന്നത്? അല്ല, ക്രെഡിറ്റ്, ലോണൊക്കെ എടുത്തിട്ടാണ്, കടം വാങ്ങിയിട്ടാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ്, കടം വാങ്ങുക, ലോണ്, ഇത് സംഗതികളില്ലാതെ നമ്മുടെ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും യാതൊരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും ഉണ്ടാവുകയില്ല. സോ ക്രെഡിറ്റ് ഓർ ലോൺസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഹെൽപ്സ് അവർ എക്കോണമി. അപ്പോൾ ആ ക്രെഡിറ്റിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. ഒരു പരിധിക്കുള്ളിൽ എല്ലാവരും കടം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യം നഷ്ടത്തിലേക്ക്, അല്ലെങ്കിൽ രാജ്യം തകരും. അപ്പോൾ കൺട്രോളിങ് ക്രെഡിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എക്കോണമി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RBI കൺട്രോളിങ് ക്രെഡിറ്റ്, നമ്മുടെ രാജ്യത്തുള്ള കടം വാങ്ങുന്ന ലോണുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ദൗത്യം ആരാണ് നടത്തുന്നത്? RBI നടത്തുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോണിറ്ററി ഫംഗ്ഷൻ ഓഫ് RBI. സോ ഇൻ ഓർഡർ ടു കൺട്രോൾ ദ ക്രെഡിറ്റ്, RBI uses quantitative credit control weapons and qualitative credit control weapons. അപ്പോൾ RBI 2 തരത്തിലുള്ള ക്രെഡിറ്റ് വെപ്പൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസും ഉണ്ട്. അപ്പോൾ നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് RBI യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തുള്ള ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഏതൊക്കെയാണെന്നുള്ളതും, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ RBI യൂസ് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഏതൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ്. RBI ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്തിനുള്ള വെപ്പൺസാണ്? രാജ്യത്തിലെ ലോണുകൾ, ക്രെഡിറ്റിൻ്റെ ഒരു ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI യൂസ് ചെയ്യുന്ന വെപ്പൺസാണ് ഇതൊക്കെ. അപ്പോൾ ഇതെന്തൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റ് പോളിസി, CRR ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ബേസ് റേറ്റ്. അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് റേറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ സിമ്പിളായിട്ട് കരുതി വെക്കുക, എത്രയേ ഉള്ളൂ. നമ്മളുടെ രാജ്യത്തുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, നമ്മുടെ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന സാധാരണ ബാങ്കുകൾക്ക്, നമുക്കറിയാം ബാങ്കുകൾക്ക് പണമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആരെയെ സമീപിക്കുക? RBIനെയാണ് സമീപിക്കുക. ബാങ്കുകളുടെ ബാങ്കാണ് RBI, ബാങ്കേഴ്സ് ബാങ്ക് അല്ലേ? അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയുടെ അടുത്ത് പോയിട്ട് ലോങ് ടേം ലോണിന് അപ്ലൈ ചെയ്യുകയാണ്. ഞങ്ങളെ പൈസ ഇല്ല, ഞങ്ങൾക്ക് ഒരു ലോങ് ടേം ലോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചടയ്ക്കുന്ന രീതിയിലൊരു ലോങ് ടേം ലോണ് ഞങ്ങൾക്ക് വേണം, ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ വേണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ RBI ഈ ലോണ് കൊമേഴ്ഷ്യൽ ബാങ്കിന് അനുവദിച്ചു കൊടുക്കും. അപ്പോൾ ലോണിന് എന്തായാലും ഒരു പലിശയുണ്ട് അല്ലേ, ഒരു ഇൻട്രസ്റ്റ് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBIക്ക് കൊടുക്കണം. ഓക്കെ, ആ ഒരു ഇതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം, RBI ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻഡ് ടേം ലോൺസ് ടു ദം. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് RBI നൽകുന്ന ടേം ലോണുകളുടെ പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ടേം ലോണുകൾ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലോണുകൾ. ഓക്കെ,
ലോങ് ടേം ലോണുകൾ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പൈസയുടെ ആവശ്യം വരുമ്പോൾ ലോണിന് വേണ്ടി RBIനെ സമീപിക്കുന്നു, ലോങ് ടേം ലോണുകൾക്ക് വേണ്ടി. അപ്പോൾ ലോങ് ടേം ലോണുകളായിട്ട് RBI ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോങ് ടേം ലോണുകളായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് RBI ചുമത്തുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ദ ബാങ്ക് റേറ്റ് RBI ക്യാൻ മേക്ക് ബാങ്ക് ക്രെഡിറ്റ് കോസ്റ്റ്ലിയർ. അപ്പോൾ ബാങ്ക് റേറ്റ് ഉയർത്തുന്നത് വഴിയായിട്ട് എന്താണ് അതിലത്തെ ഇംപ്ലിക്കേഷൻ? ബാങ്ക് റേറ്റ് നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബാങ്ക് റേറ്റ് നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പലിശ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ബാങ്കിലേക്ക് RBIക്ക് അടയ്ക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് 5.40% ആണെന്ന് കരുതുക. 5.40%. അതാണ് ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ അടുത്ത് നിന്ന് ഒരു 10 വർഷത്തേന് 100 രൂപയാണ് കടം വാങ്ങിയതെങ്കിൽ 5 രൂപ പലിശയായിട്ട് നൽകേണ്ടിയിരിക്കുന്നു RBIക്ക്. ഓക്കെ, അപ്പോൾ 100 രൂപയിൽ നിന്ന് 5 രൂപ അവിടെ നിന്ന് മാറുന്നു. അതേസമയം ചിന്തിച്ച് നോക്കുക, ബാങ്ക് റേറ്റ് 40 ആണെങ്കിലോ 100 രൂപയിൽ 40 രൂപ RBIക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് റേറ്റ് ഉയർത്തുന്നത് വഴിയായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള പണം കുറയ്ക്കുക എന്നുള്ളതാണ് RBI ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് പണമേ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ളെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള തുകയുടെ ഇതിലും കുറവുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ബാങ്ക് റേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രത്യേകം ഓർത്തു വെക്കുക, ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും സാധാരണ ബാങ്കുകൾ RBIയോട് ലോണുകൾ ആവശ്യപ്പെടും, ലോങ് ടേം ലോണുകൾ ആവശ്യപ്പെടും. അപ്പോൾ ലോങ് ടേം ലോൺ എന്നുള്ള രീതിയിൽ RBI ഇവരെ പണം കൊടുത്ത് സഹായിക്കും. ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു പർട്ടിക്കുലർ പലിശ ഈ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റുമാണ്. ഓക്കെ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Repo rate is the rate at which RBI lends to commercial bank generally against government securities. The reduction in repo rate helps the commercial banks to get money at a cheaper rate. Reverse repo is the rate at which RBI borrows money from the commercial banks. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിവിടെ കണ്ടു എന്ത്, ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അവർ ലോങ് ടേം ലോണുകൾക്ക് വേണ്ടി RBIനെ സമീപിക്കുന്നു. RBI പണം കൊടുക്കുന്നു ലോണായിട്ട്. എന്നിട്ട് ഒരു പർട്ടിക്കുലർ റേറ്റിൽ ഇൻട്രസ്റ്റ് അവരുടെ മേലിൽ ചുമർത്തുന്നു, ബാങ്ക് റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പണം ആവശ്യം വരുമ്പോൾ അവർ RBIനെ സമീപിക്കുന്നു ഷോർട്ട് ടേം ലോണുകൾക്ക് വേണ്ടിയിട്ട്. ലോങ് ടേം ലോണുകളല്ല, ഷോർട്ട് ടേം ലോണുകൾക്ക് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് പണം ആവശ്യം വരുമ്പോൾ ഷോർട്ട് ടേം ലോണുകൾക്കായിട്ട് RBIയെ സമീപിക്കുന്നു. അപ്പോൾ RBI ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളോട് വെറുതെ ലോൺ കൊടുക്കില്ല, എന്തെങ്കിലും പ്ലെഡ്ജ് ചെയ്യണം, സാധനങ്ങൾ പ്ലെഡ്ജ് ചെയ്താലേ ലോൺ കൊടുക്കുകയുള്ളൂ എന്ന് പറയും ഷോർട്ട് ടേം ലോണുകൾ. മാത്രമല്ല, ആ പ്ലെഡ്ജ് ചെയ്ത് കൊടുക്കുന്ന ഷോർട്ട് ടേം ലോണുകൾക്ക് RBI ഒരു പർട്ടിക്കുലർ നിരക്കിൽ പലിശ ഈടാക്കുന്നുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത് നിന്ന്. ആ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും എന്ന് പറയുന്നത് ലോണ് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിന് RBI ഈ ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക് തന്നെയാണ്. വ്യത്യാസം എന്താണ്? ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ലോണുകൾക്ക് RBI ചുമത്തുന്ന പലിശ നിരക്കാണ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ലോണുകൾക്ക് RBI ചുമത്തുന്ന പലിശ നിരക്കാണ്. അപ്പോൾ ഒരു 100 രൂപ RBI ലോണായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ, ഒരു വർഷത്തെ ഷോർട്ട് ടേം ലോണായിട്ട് കൊടുക്കുകയാണെങ്കിൽ 5.15 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 രൂപയുടെ അടുക്കൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പലിശയായിട്ട് RBIക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ റിവേഴ്സ് തിരിച്ചാൽ മതി. കാരണം റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കാണ് പലിശ കൊടുക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIക്കാണ് പലിശ കൊടുക്കുന്നത്, അല്ലേ? റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കിനാണ് പലിശ കൊടുക്കുന്നത്. അതെന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ സർപ്ലസ് ഫണ്ട് വരികയാണെങ്കിൽ, കൂടുതൽ പണവും തുകയും കയ്യിൽ വശം വരികയാണെങ്കിൽ
അവർ ഒരു സേഫ് കസ്റ്റഡി എന്നുള്ള രീതിയിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ ആ സർപ്ലസ് ഫണ്ട് കൊണ്ടുപോയി നിക്ഷേപിക്കും. അപ്പോൾ ആ നിക്ഷേപത്തിന് RBI ഒരു പലിശ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്, റിവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, റിപ്പോ റേറ്റ് ആയിരിക്കും റിവേഴ്സ് റിപ്പോയേക്കാളും കൂടുതൽ. കാരണം റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIക്ക് കൊടുക്കുന്ന പലിശയാണ്. അതെപ്പോഴും കൂടുതലായിരിക്കും, RBIക്ക് കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ട്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപത്തിന് RBI കൊടുക്കുന്ന പലിശയാണ്. അതെപ്പോഴും കുറവായിരിക്കും RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കൺട്രോൾ ടൂളുകളാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? റിപ്പോ റേറ്റ് ഉയർത്തുന്നത് വഴിയായിട്ട് എന്താ സംഭവിക്കുന്നത്? ഒരു ലോണ് കൊടുക്കുകയാണെങ്കിൽ തന്നെയും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൂടുതൽ പണം RBIക്ക് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. റിപ്പോ റേറ്റ് 5 ആണെങ്കിൽ 100 രൂപയ്ക്ക് 5 രൂപ കൊടുത്താൽ മതി ബാങ്ക്. ഈ റിപ്പോ റേറ്റ് 50 ആണെങ്കിലോ 50% ആണെങ്കിലോ 100 രൂപ കടം വാങ്ങുകയാണെങ്കിൽ 50 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബാങ്കുകളുടെ കയ്യിലുള്ള പണം കുറയും. അതാണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴിയായിട്ട് RBI ചെയ്യുന്ന പണി. റിഡക്ഷൻ ഇൻ റിപ്പോ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ആരെയെ സഹായിക്കുന്നത്? കുറച്ച് പലിശ കൊടുത്താൽ പോരെ. ഇറ്റ് ഹെൽപ്സ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ഗെറ്റ് മണി അറ്റ് ചീപ്പർ റേറ്റ്. അതേസമയം റിപ്പോ റേറ്റ് കൂട്ടിയാലോ കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും. ഇറ്റ് ഡിസ്കറേജസ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ഗെറ്റ് മണി. ആസ് ദ റേറ്റ് ഇൻക്രീസസ് ഇറ്റ് ബിക്കം മോർ എക്സ്പെൻസീവ്. ഓക്കെ, അപ്പോൾ excess funds of commercial banks are deposited in RBI and RBI offers reverse repo. അതാണ് റിവേഴ്സ് റിപ്പോയുടെ കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് ഏകദേശം 5.15 ആണ്, റിവേഴ്സ് റിപ്പോ 4.90 ആണ്. അപ്പോൾ എന്താണ് ബാങ്ക് റേറ്റ് എന്നും എന്താണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് ബേസ് റേറ്റ് ആണ്. അത് 8.95 9.40 ഇതിൻ്റെയൊക്കെ ഇടയിലായിരിക്കും. അത് ഓരോ വർഷവും മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും. നിങ്ങളിപ്പോഴത്തെ കറണ്ട് എത്രയാണെന്നുള്ളത് നോക്കുക. ബേസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RBI സെറ്റ് എ മിനിമം റേറ്റ് ബിലോ വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ടു ദെയർ കസ്റ്റമർ. ഇതാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBI ഒരു ബാങ്ക് സെറ്റപ്പ് ആയിക്കൊള്ളട്ടെ, ആ ബാങ്ക് മിനിമം ഒരു ലോൺ കൊടുക്കുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈടാക്കേണ്ട മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബേസ് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് ബാങ്കിൽ വേണമെങ്കിലും നിങ്ങൾ ലോൺ എടുക്കാൻ പൊക്കോളൂ, നിങ്ങൾക്ക് പലിശ എന്ന് പറയുന്നത് ഈ ഒരു 8.95 9.40 ഇതിലും കൂടുതലായിരിക്കും അവർ ഈടാക്കുന്ന പലിശ. കാരണം ഒരു ബാങ്കിന് പോലും ഞങ്ങൾക്ക് അധികം പലിശയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ലോൺ എടുത്തോളൂ, ഞങ്ങൾക്ക് 2% പലിശ മതി എന്നൊരു ബാങ്കിനും പറയാൻ പറ്റില്ല. കാരണം RBI ഒരു ബേസ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസ് റേറ്റ് പ്രകാരം എത്ര ശതമാനമാണോ മിനിമം അത്ര ശതമാനമെങ്കിലും പലിശ ഒരു ബാങ്ക് ഒരു കസ്റ്റമറിനെ ഈടാക്കിയിട്ടുണ്ടാകണം. ഇറ്റ് സെറ്റ്സ് എ മിനിമം റേറ്റ് ബിലോ വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ടു ദെയർ കസ്റ്റമേഴ്സ്. അപ്പോൾ മിനിമം ഈ റേറ്റിലെങ്കിലും പലിശ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ ബാങ്കിന് കസ്റ്റമേഴ്സിന് പണം ലെൻഡ് ചെയ്യാൻ അവകാശമുള്ളൂ. അതിൽ കുറഞ്ഞ പലിശയ്ക്ക് ലെൻഡ് ചെയ്യാനുള്ള അവകാശമില്ല. ആ റേറ്റാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്, മിനിമം റേറ്റ്. കാരണം ഈ ബേസ് റേറ്റ് അത്യാവശ്യം ഇല്ലെങ്കിൽ എല്ലാ ആൾക്കാരും കടം ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും കാരണം കുറഞ്ഞ പലിശയുള്ളെങ്കിൽ കടം ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കടം മേടിക്കുന്നതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബേസ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് RBI. അടുത്തത് CRRഉം SLRഉം ആണ്. CRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. SLR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ ആണ്. അപ്പോൾ ഇത് CRRഉം SLRഉം ഏകദേശം സിമിലർ ആണ്. മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിൽ ടൈം ലയബിലിറ്റീസും ഉണ്ടാവും, ഡിമാൻഡ് ലയബിലിറ്റീസും ഉണ്ടാവും. എന്താണ് ടൈം ലയബിലിറ്റീസും ഡിമാൻഡ് ലയബിലിറ്റീസും എന്താണ്? ഒരു ബാങ്കിലെ മൊത്തത്തിലുള്ള നിക്ഷേപം എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ടൈം ലയബിലിറ്റീസ് ആയിട്ടും ഡിമാൻഡ് ലയബിലിറ്റീസ് ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം എന്താണ്, ഒരു ബാങ്കിൽ മിക്കവാറും ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ? ബാങ്കിന് ആൾക്കാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുണ്ടാകും. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തേനാണ് ഇടുക, 1 വർഷത്തേന് 10 വർഷത്തേന്. അപ്പോൾ അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബാങ്കിൽ വെച്ചിരിക്കുന്നതൊക്കെ ടൈം ഡെപ്പോസിറ്റുകളാണ്. ഇത്ര സമയത്തേന് എന്തായാലും ബാങ്കിലുണ്ടാവും. അതേസമയം സേവിങ്സ് ഡെപ്പോസിറ്റോ, ബാങ്കിൽ ഒരാൾക്ക് 10 ലക്ഷം രൂപ അയാളുടെ സേവിങ്സ് അക്കൗണ്ടിലുണ്ട്. അത് അയാൾ എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു ആ 10 ലക്ഷം രൂപ കൊടുക്കാൻ ബാങ്ക് നിർബന്ധിതരാണ്. അതേസമയം 10 ലക്ഷം രൂപ
ഒരു 10 വർഷത്തേന് FD ഇട്ടിട്ടുണ്ടെങ്കിലോ അയാൾ പെട്ടെന്ന് പോയി ചോദിച്ചാൽ കൊടുക്കണമെന്നില്ല, കാരണം അത് FD ആണ്, അത് ടൈം ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ ടൈം ഡെപ്പോസിറ്റുകൾ ഉണ്ടാകും, ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബാങ്കിൻ്റെ മൊത്തത്തിലുള്ള പൈസ നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ആ ബാങ്കിൽ മൊത്തം എത്ര രൂപയുണ്ട് ഇപ്പോൾ? കാരണം ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണമാണ് ബാങ്കിലുള്ളത് അല്ലേ. ജനങ്ങൾ SB അക്കൗണ്ട് ഉണ്ടാവും, അതേപോലെ FD അക്കൗണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾക്ക് പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അങ്ങനെ ഒരു മൊത്തം വളരെ ചെറിയൊരു തുക പറയുകയാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി. മൊത്തം ബിസിനസ് പുൽപ്പള്ളിയിലുള്ള ജനങ്ങളുടെ എല്ലാവരും നിക്ഷേപിച്ച് ടൈം ഡെപ്പോസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FD ഇട്ടു, SB അക്കൗണ്ടൊക്കെ തുടങ്ങിയും നമ്മുടെ പുൽപ്പള്ളിയിൽ മൊത്തം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 100 രൂപയുണ്ടെന്ന് കരുതുക. ആകെ 100 രൂപയേ ഉള്ളൂ. അത് വലിയൊരു തുകയാണ്, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, 100 രൂപ. അപ്പോൾ 100 രൂപയാണ് ആ ബാങ്കിൻ്റെ ആസ്തി ഇപ്പോൾ. അപ്പോൾ നിർബന്ധമായിട്ടും ആ 100 രൂപയുടെ 4% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയുടെ 4% എന്ന് പറഞ്ഞാൽ 4 രൂപ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞ ആ 4 രൂപ നിർബന്ധമായും ഈ പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്ക് RBIയിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ മൊത്തത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഉണ്ടെങ്കിൽ പോലും 4 രൂപ RBIയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞ് പോയിട്ട് 96 രൂപയെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ CRR ഉയർത്തുന്നത് വഴിയായിട്ട് എന്ത് സംഭവിക്കുന്നു? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള പണം കുറയ്ക്കാൻ RBIക്ക് സാധിക്കുന്നു. ഇപ്പോൾ CRR എന്ന് പറയുന്ന 100 രൂപയെ ആ മൊത്തം പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ളൂ. അപ്പോൾ അതിൽ CRR എന്താ പറയുക, RBI ഉയർത്തിയിട്ട് 50 ആക്കുകയാണെന്ന് കരുതിക്കോ, 50%. അങ്ങനെയാണെങ്കിൽ 100 രൂപയുടെ സ്ഥാനത്ത് 50 രൂപയും RBIയിൽ നിക്ഷേപിക്കേണ്ടി വരും. ബാക്കി 50 രൂപയെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ആ 50 രൂപ വെച്ചിട്ടേ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പുൽപ്പള്ളിക്ക് അവിടെ കച്ചവടം നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ. അതേസമയം 4% എന്ന് പറയുമ്പം 100 രൂപയിൽ 4% എന്ന് പറഞ്ഞാൽ 4 രൂപ RBIയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ബാക്കി 96 രൂപയുണ്ട് അവിടെ. അപ്പോൾ CRR ഉയർത്തുന്നത് വഴിയായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള പണത്തിനെ ചുരുക്കാനും കൂട്ടാനും ഒക്കെ RBIക്ക് സാധിക്കും. ഓക്കെ, അതാണ് CRR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻക്രീസ് ഇൻ CRR റെഡ്യൂസസ് ലെൻഡിങ് കപ്പാസിറ്റി ഓഫ് ദി ബാങ്ക്. ഇൻക്രീസസ് CRR ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണം ഷെഡ്യൂൾഡ് ബാങ്കുകൾ RBIയിൽ നിക്ഷേപിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ കയ്യിലുള്ള പണം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാങ്കുകൾക്ക് ലെൻഡിങ് കപ്പാസിറ്റി കുറയും. അതേസമയം CRR ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സംഭവിക്കുക. ആൻഡ് ഡിക്രീസ് ഇൻ CRR കുറച്ചിട്ടുണ്ടെങ്കിലോ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കുറച്ച് പണം RBIയിൽ നിക്ഷേപിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ പണം അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ കൂടുതൽ ലെൻഡിങ് ആക്ടിവിറ്റീസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് നടത്താൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, മൊത്തം ഒരു ബാങ്കിലുള്ള തുകയുടെ ഇത്ര ശതമാനം ക്യാഷായിട്ട് RBIയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഓരോ ബാങ്കുകളും. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. 4%, 100 രൂപയാണ് മൊത്തം ആ ബാങ്കിലുള്ളതെങ്കിൽ അതിൽ 4% എന്ന് പറയുന്ന തുക, 4 രൂപ ക്യാഷായിട്ട് RBIയിൽ നിക്ഷേപിക്കണം. ആ പണത്തിന് പലിശയൊന്നും കിട്ടില്ല. അത് RBIയിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. CRR എന്ന് പറഞ്ഞ തുകയ്ക്ക് പലിശയൊന്നും RBI കൊടുക്കുന്നില്ല. ഇനി SLR എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മൊത്തം 100 രൂപയുടെ ഇത് നടക്കുന്നുണ്ടെന്ന് കരുതുക. 100 രൂപ, ആ 100 രൂപയിൽ ഇപ്പം 18.25 ആണ് SLR റേഷ്യോ. 100 രൂപയിൽ 100 രൂപ ആ മൊത്തം ബാഗിലുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FD ആയിട്ടും ടൈം ഡെപ്പോസിറ്റ് ആയിട്ടും ഡിമാൻഡ് ലയബിലിറ്റി ആയിട്ടും ഒക്കെ 100 രൂപ മൊത്തം പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിലുണ്ടെങ്കിൽ അതിൽ 18% SLR എങ്കിൽ 18%, 100 രൂപയുടെ 18% എന്ന് പറഞ്ഞാൽ 18 രൂപ RBI നിർദ്ദേശിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ നിർബന്ധമായിട്ടും ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ടാകണം. അത് എന്തൊക്കെയായിരിക്കും, എന്ത് ടൈപ്പ് സെക്യൂരിറ്റീസാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗോൾഡ്, ഇതിൽ വേണം നിക്ഷേപിക്കാൻ. വളരെ ലിക്വിഡായിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ഗോൾഡിലും ഈ പറയുന്ന ഒരു തുക നിക്ഷേപിച്ചിട്ടുണ്ടാവണം. SLR ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 100 രൂപ മൊത്തം ഉണ്ടെങ്കിൽ ആ 100 രൂപയുടെ പരിപാടികൾ ബാങ്കിന് നടത്താം.
പക്ഷേ SLR വെക്കുന്നത് വഴിയായിട്ട് ബാങ്കുകളിലെ പണം കുറയ്ക്കാൻ RBIക്ക് സാധിക്കുന്നു. 100 രൂപ ആ ബാങ്കിനുണ്ടെന്ന് കരുതുക. SLR 18% RBI പറയുന്നതെങ്കിൽ 100 രൂപയിൽ 18 രൂപ നിർബന്ധമായിട്ടും RBI പറയുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെയോ ഗോൾഡിൻ്റെയോ മുകളിൽ ഈ ബാങ്കുകൾ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 100ൽ 18 പോയി കഴിഞ്ഞാൽ എത്ര രൂപയായി? 100ൽ നിന്ന് 10 പോയിട്ടുണ്ടെങ്കിൽ 90 രൂപ, അതിൽ നിന്ന് 2 പോയാൽ 88. ബലത്തിൽ 88 രൂപ മാത്രമേ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ. മൊത്തം CRRും SLRും ഈ നിക്ഷേപങ്ങൾ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CRRും SLRും ഒക്കെ കൂട്ടുന്നത് വഴിയായിട്ട് RBI എന്താ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകളിലുള്ള നിലവിലുള്ള പണത്തിനെ കൺട്രോൾ ചെയ്യാൻ RBIക്ക് സാധിക്കുന്നു. അതുവഴിയായിട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലെൻഡിങ് കപ്പാസിറ്റിയെ പിടിച്ച് നിർത്താൻ ആർക്ക് സാധിക്കുന്നു? RBIക്ക് സാധിക്കുന്നു. അപ്പോൾ CRRും SLRും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ശതമാനം, മൊത്തം ബാങ്കിലുള്ള പണത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ശതമാനം, CRR ആണെങ്കിൽ 4%, ക്യാഷ് രൂപത്തിൽ RBIയിൽ ബാങ്കുകൾ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് CRR. അതേസമയം SLR എന്ന് പറയുന്നതോ? SLR എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ശതമാനം, ഫോർ എക്സാമ്പിൾ 18% SLR എന്താ പറയുക, മൊത്തം തുകയിൽ, ബാങ്കിലുള്ള തുകയിൽ ഇത്ര 18% RBIയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട. RBI നിർദ്ദേശിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ ഗോൾഡിലോ നിർബന്ധമായും നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. ഇതിന് ഒരു റിട്ടേൺ തിരിച്ച് കിട്ടുകയും ചെയ്യും. CRRന് റിട്ടേൺ ഒന്നുമില്ല, പക്ഷേ SLRന് റിട്ടേൺ തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് SLR എന്ന് പറയുന്നത്. കറണ്ട് CRR റേറ്റ് 4%, SLR 18% ആണെന്ന് തോന്നുന്നു. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഇവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൺട്രോളിങ് ക്രെഡിറ്റ് RBIയുടെ 4ാമത്തെ മോണിറ്ററി ഫംഗ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആയിട്ടുള്ള ബാങ്ക് റേറ്റ് പോളിസി, CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബേസ് റിപ്പോ റേറ്റ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ്. അതേതൊക്കെയാണ്? ക്രെഡിറ്റ് സീഡിംഗ്, ക്രെഡിറ്റ് ഓതറൈസേഷൻ, മോറൽ സുവേഷൻ, റെഗുലേഷൻ മാർജിൻ, ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്, ഇതെല്ലാം. താങ്ക് യു.